രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ അപ്പീൽ പോകാൻ പ്രോസിക്യൂഷൻ. ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. രാഹുൽ ഈശ്വറിനെ നാളെ ഉച്ചവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സന്ദീപ് വാര്യർക്ക് ആശ്വാസം. പോലീസ് റിപ്പോർട്ട് വരും വരെ അറസ്റ്റ് ചെയ്യില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 7 വടക്കൻ ജില്ലകൾ നിശബ്ദ പ്രചാരണത്തിൽ. വോട്ട് ഉറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുന്നു. വോട്ടെണ്ണൽ 13-ന്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF ഭരണം തുടരുമെന്ന് വി ശിവൻകുട്ടി. നേമത്ത് BJPയുടെ അക്കൌണ്ട് പൂട്ടിയത് സ്ഥിരമായിട്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി. കിഴക്കമ്പലത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് സാബു M. ജേക്കബ്. സാബു നുണകളുടെ രാജകുമാരനെന്ന് PV ശ്രീനിജൻ. VC നിയമന തർക്കത്തിൽ അനുനയ നീക്കം പാളി. മന്ത്രിമാർ ഗവർണറുമായി നടത്തിയ ചർച്ചയിൽ സമവായമായില്ല. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി എത്താത്തത് എന്തുകൊണ്ടെന്ന് മന്ത്രിമാരോട് ഗവർണർ. താൻ നിശ്ചയിച്ചവർ യോഗ്യരെന്ന് ഉറച്ച് രാജേന്ദ്ര അർലേക്കർ. ചർച്ച തുടരുമെന്ന് P. രാജീവ്. പാലക്കാട് വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ബോംബ് ഭീഷണി. ഭീഷണി ISIയുടെയും DMKയുടെയും പേരിൽ. ഇമെയിൽ വഴി സന്ദേശം എത്തിയത് രാവിലെ 9:40-ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് മാറ്റി. നിർണായക വിവരങ്ങൾ തന്നോട് പങ്കുവച്ചത് ഒരു വ്യവസായി എന്ന് ചെന്നിത്തല. രഹസ്യമൊഴി നൽകാൻ അയാൾ തയ്യാർ. ഞാനത് വിശദമായി അയാളോട് സംസാരിച്ചപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നി അത് SIT അറിയിക്കേണ്ടത് ആവശ്യം. അവർ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. എനിക്കൊരു വിവരം കിട്ടിയപ്പോൾ അത് ഞാൻ അറിയിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതി. രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷ പരിഗണിക്കുന്നത് വിജിലൻസ് കോടതി മാറ്റി. മലയാറ്റൂരിൽ 19-കാരിയുടെ മരണം കൊലപാതകം. ആൺ സുഹൃത്ത് അറസ്റ്റിൽ. പ്രതി കുറ്റം സമ്മതിച്ചു. കൊലപാതകം മദ്യലഹരിയിൽ. തലയിൽ കല്ലുകൊണ്ട് മർദ്ദിച്ച പാടുകൾ.